അപ്പോൾ ഇതാ 4 മാസത്തെ കാത്തിരിപ്പ് കഴിഞ്ഞ് ഞാനെൻ്റെ നാട്ടിലോട്ട് പാലക്കാട് പോവുകയാണ്. അപ്പോൾ എന്നെയും കുഞ്ഞിനെയും കൂട്ടാൻ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിതാ അച്ഛൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ട്രെയിൻ വന്നു. അപ്പോൾ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കൊച്ചിനെ കൊണ്ടൊക്കെ നിൽക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കൂടി എറണാകുളത്തെത്തിയപ്പോൾ സീറ്റ് കിട്ടി. അപ്പോൾ ആ സീറ്റ് കിട്ടിയ രാവിലത്തെ ക്ഷീണമൊക്കെ കൊണ്ടാണ് കൊച്ച് പെട്ടെന്ന് ഉറങ്ങി കേട്ടോ. ആ സീറ്റിൽ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. അത് കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുത്തത്. രാവിലത്തെ ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് നേരം കളിയും ചിരിയായിട്ട് ഇരുന്നു. അപ്പോൾ ഏകദേശം തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നിറയെ സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അതായത് കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞായിരുന്നു. ഒത്തിരി സീറ്റ് ഉണ്ടായിരുന്നു. ആ ബോഗിയിൽ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മുത്തശ്ശനും കൊച്ചുമോനും കൂടി എന്താ പറയുക വേറെക്കുട്ടിയും കൂടി ഇരുന്ന് കളിക്കുക കേട്ടോ. ഇവനാണെങ്കിൽ വേറെ ട്രെയിന് പോകണമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ട്രെയിന് പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കും. അവൻ ട്രെയിനിൽ തന്നെ ഓരോ പേര് പറഞ്ഞിട്ടൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിന് പോകുമ്പോഴൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നല്ല ഉച്ചത്തിൽ സൗണ്ട് ട്രെയിന് പോകുമ്പോൾ ഒന്ന് പേടിക്കും, എങ്കിലും അവന് ഇഷ്ടമാണ്. എന്താ പറയുക, കൊച്ചു വന്നിട്ട് മുത്തശ്ശനെ മടി കിടത്തിയിട്ട് കുറേ നേരം ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഫോൺ അധികം കൊടുക്കത്തില്ല, എന്നാലും വെളിയിൽ പോകുമ്പോൾ നമ്മൾ കൊടുക്കും കേട്ടോ. കാരണം ഒതുങ്ങിയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ബഹള. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കിട്ട് നമ്മൾ ചുറ്റുപാടൊക്കെ ശ്രദ്ധിക്കുക. പാലക്കാട് എത്താറായിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പാടം മുഴുവൻ കാണുന്നത്. പാലക്കാട് ഇപ്പോൾ പൊതുവെ ചൂട് കൂടുതലാണ്. പാലക്കാട് ഒത്തിരി ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ ചെടികളും ഉണങ്ങിപ്പോയി. എന്താ പാടമൊക്കെ വരണ്ട് കിടക്കുകയാണ്. അതും ട്രെയിനിൽ കേട്ടോ. ഈ ബോഗിയിലൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ പാലക്കാട് എത്തി. ഇപ്പോൾ കുറച്ച് മാസം അധികം പോകാതിരുന്നിട്ടും പക്ഷെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നമ്മുടെ നാടെത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, ഒരു സമാധാനമൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ എവിടേക്ക് പോയാണ് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഭയങ്കര പ്രത്യേക സന്തോഷമായിരിക്കും. അപ്പോൾ അതങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ വെളിയിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ബസ്സിലാണ് കേട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലോട്ടല്ല, വേറൊരു ജംഗ്ഷൻ വരെ ഞങ്ങൾ ബസ്സിലോട്ടാണ് പോകുന്നത്. മേഴ്സി കോളേജ് വരെ. അപ്പോൾ ബസ്സിൽ കൽപ്പാത്തിപ്പുഴ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. കൽപ്പാത്തിപ്പുഴയൊന്നുമില്ല, വെള്ളമൊന്നുമില്ല, എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മേഴ്സി കോളേജ് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി ഞങ്ങളുടെ സ്വന്തം വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നതുകൊണ്ട് വീട് പൂട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അമ്മ നാളെ വരുള്ളൂ. അപ്പം ഞങ്ങൾ തന്നെ വീട് തുറന്ന് ഉള്ളിലോട്ട് കയറി. അമ്മയില്ലാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലെത്തിയപ്പോൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നേ പുറത്ത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെത്തിയ ഉടൻ തന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ മാറി അവനെ ഫ്രീ ആക്കി കൊടുത്തു. കാരണം ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ ഒടുവിൽ അമ്മ വീട്ടിലെത്തിയ സന്തോഷത്തിൽ അവൻ ഇവിടേക്ക് ഓടി നടന്ന് കുറേ നേരം കളിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം കളിച്ച് ക്ഷീണിച്ചു. അവിടെ നിന്ന് നോക്കുക ഇവിടെ നോക്കുക, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ സ്ഥലം ഇല്ലെങ്കിലും കുറച്ച് ചെറിയ സ്ഥലമാണ്, എങ്കിലും കൂടി അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നേരം കളിച്ച് ക്ഷീണിച്ച് പാവം അവൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങിയ സമയം നോക്കിയിട്ട് ഞാൻ അവന് റാഗി മുളപ്പിക്കാൻ വെക്കുകയാണ്. അവന് കുറുക്ക് തീരാറായതുകൊണ്ട് അവന് കുറുക്ക് ഉണ്ടാക്കാനുള്ള പൊടി ഇവിടെ നിന്ന് ഉണ്ടാക്കാം, ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ കഴുകി തുണിക്കിട്ട് വെക്കുക കേട്ടോ, മുളപ്പിക്കാൻ വെക്കുകയാണ്. അതിൻ്റെ ഉണക്കിയിട്ട് വേണം പൊടിക്കാൻ. അപ്പോൾ അത് വൈകുന്നേരം അപ്പം ഞാനൊരു ചായ കുടിച്ചു. ഞാൻ അധികം ചായ കുടിക്കാറില്ല കേട്ടോ, വളരെ വല്ലപ്പോഴും കുടിച്ചാലേ കുടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. അവൻ്റെ പാല് ചൂടാക്കി കൊടുത്തു. പാല് കുടിച്ചിട്ട് ക്ലാസ്സിലധികം കൊടുക്കാറില്ല. കാരണം ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ താഴെ
കളയും. അപ്പം എന്ന് കരുതി ഞങ്ങൾ സാധാരണ കുപ്പിയിൽ കൊടുക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ ക്ലാസ്സിൽ കൊടുക്കും കേട്ടോ. കുപ്പി കൊടുക്കാൻ പാടില്ല എന്നറിയാം, കാരണം അത് നമ്മളെ ശീലം മാറ്റിക്കൊണ്ട് വരണം. പക്ഷേ ഇവന് മാറ്റാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവനെ ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, വീട്ടിലോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അവനിതാ റെഡിയാക്കി ഉഷാറാക്കി ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നടന്നു പോകാൻ കേട്ടോ. അവിടെ നടക്കാനുള്ള ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി നടന്നു പോകാമെന്ന് വിചാരിച്ച്. സാധാരണ അവൻ കൈയും പിടിച്ച് നടക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. അവൻ കൈയും വിട്ട് അവന് ഫ്രീ ആയിട്ട് നടക്കണം. ഇത് പിന്നെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് മാത്രമാണ് അവൻ എനിക്ക് കൈ തന്നത്. അപ്പോൾ അമ്മയോട് എത്തിയപ്പോൾ നേരെ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. പൂട്ടിയിരിക്കുകയെന്ന് വെച്ചാൽ അകത്തുനിന്ന് അടച്ചതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും ഫ്രണ്ടിൽ വാതിൽ തുറന്നു. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അമ്മമ്മ മറന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. മറന്നോ, കുറച്ച് മാസമായല്ലോ കണ്ടിട്ട്, അപ്പോഴേക്കും മറന്നു എന്തോന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ചോദിക്കണ്ട. അമ്മ ചോദിക്കണം ആവട്ടെ. അത് കുറച്ച് മാസമായിട്ടും കണ്ടിട്ട് പരിചയക്കുറവൊന്നും കാണിച്ചില്ല. അമ്മൂമ്മടത്തേക്ക് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരുപാട് നേരം നിൽക്കില്ല. അവന് പിന്നെ അമ്മയുടെ വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം മെയിൻ റോഡാണ്. അപ്പോൾ കുറേ വണ്ടികളൊക്കെ പോയിട്ട് വാഹനങ്ങൾ കുറേ പോകും. അതായത് കാറ്, ലോറി, ബസ് അങ്ങനെ കുറേ പോകുമ്പോൾ അവൻ നോക്കിയിരുന്ന് പോകും കേട്ടോ. അതവൻ ആ വീട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ സാധാരണ ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊന്നും വണ്ടികളധികം പോകത്തില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അധികം വണ്ടികളൊന്നും പോകത്തില്ല. അപ്പോൾ ഇവന് ഈ വണ്ടികളൊക്കെ പോകണത് ഭയങ്കര ഇഷ്ടമാണ്. ബസ്സൊക്കെ പോകട്ടോ. ബസ്സൊക്കെ പോകുമ്പോൾ ബസ് മതി. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അവന് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ അമ്മയുടെ വീട്ടിൽ വന്നാലും ആദ്യം ഉമ്മറത്ത് പോയിരിക്കും. ഉമ്മറത്തിരുന്ന് റോഡിലോട്ട് നോക്കിയിട്ട് വണ്ടികൾ പോകുന്നുണ്ടോ നോക്കിയിരിക്കും. അതവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് വിട്ടാ. ആദ്യമൊന്നും പോവാൻ ചെറിയ മടി കാണിച്ചെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അവൻ അധികം പരിചയമായി. അപ്പോൾ അവൻ്റെ കൂടെ പിന്നെ ഞാനും അവനും കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് സമയം പോയായിരുന്നേ. അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിൻ്റെ ബാക്കിൽ കുറേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സീതപ്പഴം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, കസ്റ്റർഡ് ആപ്പിളോ അങ്ങനെ എന്തൊക്കെ പറയും. ആ മരത്തിൽ 3 സീതപ്പഴം കായ്ച്ച് നിൽക്കുന്നുണ്ട്. കണ്ട. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലുതായ ഞങ്ങൾക്കുള്ളതാണെന്ന് വിചാരിക്കും. ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കും. പിന്നെ സന്ധ്യയായപ്പോൾ വിളക്കൊക്കെ കൊളുത്തി അവനൊക്കെ പ്രാർത്ഥിക്കും കേട്ടോ. അവൻ അമ്പാട്ടി അവൻ്റെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പ്രാർത്ഥിക്കും, അതുപോലെ കുറി തൊടും, അതൊക്കെ ചെയ്യും. അപ്പോൾ അതിന് സന്ധ്യയായിട്ട് നമസ്കരിച്ച് കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം പിറ്റേ ദിവസം രാവിലെ വരും, വൈകുന്നേരം തിരിച്ച് പോകും. അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് എത്തിയത്. അപ്പോൾ അത് വാതിലൊക്കെ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ട് പോലും അവൻ്റെ കളിയൊന്നും കുറഞ്ഞിട്ടില്ല. അവൻ ഭയങ്കര കളിയായിരുന്നേ. ബോളെടുത്ത് കളിക്കുക അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് രാത്രി ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. അപ്പോൾ അവൻ ഇഡ്ഡലി കഴിക്കും, കുറേ നേരം കളിക്കും, പിന്നെയും വന്ന് കഴിക്കും, പിന്നെയും പോയി കളിക്കും. പിന്നെ നമ്മുടെ ദൈവ റൂമിൽ പോയിട്ട് ഭസ്മമൊക്കെ എടുത്ത് തൊടും, കുറേയൊക്കെ തൊടും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പൂജാമുറി പോയിട്ട് ഭസ്മം എടുത്ത് നെറ്റിയിൽ സ്വയം കുറി തൊടും. അതുപോലെ എനിക്കും കുറിയൊക്കെ തൊട്ട് തരും കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമ്മൾക്ക് കിടന്നുറങ്ങാമെന്നാണ് ടാസ്ക്. ഇവൻ കുറച്ച് നേരം ഉറങ്ങാൻ കുറച്ച് ലേറ്റാവും, രാത്രി ഒത്തിരി ആവും. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കളിക്കട്ടെ, കാരണം ദഹിക്കണമല്ലോ നമ്മൾ കഴിച്ചതൊക്കെ. അപ്പോൾ കുറച്ച് നേരം കളിച്ച ശേഷം അവൻ ഉറങ്ങി കേട്ടോ. പാവം നമ്മുടെ കുഞ്ഞാണ്, ഉറങ്ങിപ്പോയി.
അപ്പോൾ നമ്മൾ പാട്ട് പാടി കൊടുത്തിട്ടാട്ടോ ഉറക്കണത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.